ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ടോക്സ്. ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്നലെ. കാരണം നമ്മുടെ ഇന്ത്യ 2020 വേൾഡ് കപ്പ് വീണ്ടും ജയിച്ചു. അതിനേക്കാട്ടിലുപരി സന്തോഷം ഉണ്ടായിരുന്ന നിമിഷം വെച്ചാൽ സഞ്ജു സാംസന്റെ പ്രകടനം, ഫൈനലിലെ ആ ഒരു 89 റൺസ്. നമ്മൾ മലയാളികൾ എല്ലാവരും ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഇന്നലെ നടന്നത്. കാരണം മലയാളികൾ എന്നല്ല, ഇന്ത്യക്കാർ മൊത്തം ആഗ്രഹിച്ചത് ഇന്ത്യക്ക് വേൾഡ് കപ്പ് ജയിക്കണം എന്നുള്ളൊരു കാര്യമാണ്. കൂട്ടത്തിൽ മലയാളികളുടെ ഒരു ആഗ്രഹം സഞ്ജു സാംസന്റെ ഒരു മികച്ച പ്രകടനത്തിലൂടെ ഇന്ത്യ ജയിക്കണം എന്നുള്ളതായിരുന്നു. എന്തായാലും ഇത് രണ്ടും ഇന്നലെ സാധിച്ച ഒരു ദിവസമായിരുന്നു. സത്യം പറഞ്ഞാൽ രോമാഞ്ചമായിരുന്നു സഞ്ജു സാംസന്റെ പ്രകടനം കണ്ടതിന് ശേഷം. സഞ്ജുവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ ഒരു വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പത്തെ ന്യൂസിലാൻഡുമായിട്ടുള്ള സീരീസിൽ സഞ്ജു സാംസന്റെ ബാറ്റിംഗ് വളരെ പരാജയമായിരുന്നു. തിരുവനന്തപുരത്ത് പോലും അദ്ദേഹത്തിന് റൺസ് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പൊ നമ്മൾ ഒരുപാട് പേര് കരുതി സഞ്ജു സാംസന്റെ അവസാന മത്സരമായിട്ട് തിരുവനന്തപുരത്തെ മത്സരം മാറും. ഒരുപാട് ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. സ്വന്തം ഹോം ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന് വിരമിക്കൽ മത്സരം ലഭിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാനൊരു സഞ്ജു ഫാനാണ്. അപ്പൊ ഞാനും കരുതിയത് അതായിരിക്കും സഞ്ജുവിന്റെ അവസാനത്തെ മത്സരം എന്ന് തന്നെ കരുതി. കാരണം പ്രകടനം വളരെ ദയനീയമായിരുന്നു. ഇപ്പൊ 2020 വേൾഡ് കപ്പിൽ ഓൾറെഡി സ്ഥാനം ലഭിച്ചത് കൊണ്ട് തന്നെ ടീമിൽ കളിക്കാൻ അവസരം കിട്ടുമെന്നും കരുതിയില്ല ആ ഒരു പ്രകടനം കാരണം. എന്നാൽ കിട്ടിയ ആ ഒരു അവസരത്തെ സഞ്ജു നല്ല രീതിയിൽ മുതലെടുക്കുകയും അതിലൂടെ ടീമിൽ സ്ഥിര സാന്നിധ്യമായി മാറി സെമി ഫൈനലും ഫൈനലും എല്ലാം കളിക്കാൻ സഞ്ജുവിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൂർണമെന്റിന്റെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് സഞ്ജു സാംസനായി. സഞ്ജുവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം, സഞ്ജുവിന്റെ സെമിയിലെയും അതുപോലെ തന്നെ ഫൈനലിലെയും പ്രകടനത്തെക്കാട്ടിലും എടുത്തു പറയേണ്ട ഒരു പ്രകടനമായിരുന്നു വെസ്റ്റ് ഇൻഡീസിനെതിരെ സൂപ്പർ 8 നടത്തിയത്. കാരണം ഇന്ത്യ പരാജയപ്പെട്ട സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള ഒരു പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം വെസ്റ്റ് ഇൻഡീസുമായിട്ട് ജയിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് സെമിയിൽ കയറാൻ പറ്റുമെന്നുള്ളൂ. ആ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള മാച്ചിൽ നമുക്കറിയാം ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെല്ലാം അത്യാവശ്യം ഫ്ലോപ്പായിട്ട് മാറി. അവിടെ സഞ്ജു ഒറ്റയ്ക്ക് നിന്നാണ് ടീമിനെ ജയിപ്പിച്ചത്. അതാണ് ഇന്ത്യക്ക് ഫൈനലിലേക്കുള്ളൊരു യാത്ര തന്നെ. അതിൽ ഫൈനലിലേക്ക് ഇന്ത്യ പ്രവേശിപ്പിച്ചത് തന്നെ ആ ഒരു മത്സരമാണ്. പിന്നെ സെമി ആണെങ്കിലും ഫൈനൽ ആണെങ്കിലും ബാറ്റിങ്ങില് സഞ്ജു സാംസനാണ് ഏറ്റവും മികവ് പുലർത്തി നിന്നത്. അപ്പൊ എന്തായാലും സഞ്ജുവിന്റെ ഒരു വേൾഡ് കപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഫോം ഔട്ടിനെ തുടർന്ന് ആദ്യത്തെ മത്സരങ്ങൾ കളിക്കാൻ സാധിക്കാണ്ടാവുകയും പിന്നീട് ടീമിലേക്ക് വന്ന് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആകുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അത്തരത്തിലുള്ളൊരു കളിയായിരുന്നു സഞ്ജുവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നെ സഞ്ജുവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരുപാട് അതായത് തുടക്കകാലം തൊട്ട് തന്നെ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഒറ്റപ്പെടൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ടീമിലാണെങ്കിൽ പോലും ടീമില് സ്ഥാനം കൊടുക്കും, പക്ഷേ പ്ലേയിങ് ലെവലിലേക്ക് ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെ ടീമിനൊപ്പം നടന്ന് വെള്ളം കൊടുക്കാനും അങ്ങനെ മാത്രം നടന്നിരുന്ന ഒരു സഞ്ജുവിനെ ഇന്ന് ഇന്ത്യയുടെ ഒരു ഹീറോ ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ സഞ്ജു സാംസനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ വാക്കുകളില്ല, അതിനപ്പുറത്തെ പ്രകടനമായിരുന്നു. ഇത് കൂടാണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ത്യയുടെ ഈ ഒരു വേൾഡ് കപ്പിലെ മത്സരങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഒരു ഏഷ്യ കപ്പിലാണെന്ന് തോന്നുന്നു ടീം സെലക്ഷനെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിന് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു ശിവൻ ദൂബയെ പറ്റി. ശിവൻ ദൂബയെ പറ്റി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്, ശിവൻ ദൂബയെ പോലെ ഒരാളെ എന്തിനാണ് ടീമിൽ എടുക്കുന്നത് എന്ന് ചോദിച്ചിട്ടായിരുന്നു ഞാൻ ആ വീഡിയോ എടുത്തത്. അപ്പം ഞാനിപ്പോ അതിൽ ശരിക്കും പറയാൻ ഖേദിക്കുന്നു. കാരണം ശിവൻ ദൂബയുടെ ഒരു പ്രകടനം നമ്മൾ അധികം ശ്രദ്ധിച്ചില്ല ആരും. എല്ലാ മത്സരങ്ങളിലും അവസാനം ഫിനിഷർ റോളിൽ വന്നിട്ട് ശിവൻ ദൂബയുടെ അദ്ദേഹത്തിന്റെ സ്റ്റൈലിലൊരു ബാറ്റിംഗ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യൻ ടീമിന് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ആ വേൾഡ് കപ്പിലെ മത്സരങ്ങളെല്ലാം എടുത്ത് നോക്കിയാൽ മതി. ഫൈനലിലും വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള മത്സരം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ശിവൻ ദൂബയുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ ടീമിന് നല്ല രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ബാറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മ ഈ വേൾഡ് കപ്പിൽ കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും ഫൈനലിൽ നന്നായിട്ട് ഫൈനൽ മത്സരത്തിൽ നല്ലതായിട്ട് കളിച്ചു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മയെ ടീമിൽ നിന്ന് ഒരിക്കലും പുറത്താക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു വേൾഡ് കപ്പിലെ ഒരു പ്രകടനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് അഭിഷേക് ശർമ്മയുടെ ബാറ്റിങ്ങിനെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിന് മുമ്പോട്ടുള്ള മത്സരങ്ങളിൽ അഭിഷേകിന്റെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു ലെവൽ, ബാറ്റിംഗ് ലെവൽ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ഒരു ബാറ്ററെ ഒഴിവാക്കിക്കൊണ്ടൊരു പ്ലേയിങ് ലെവൽ നമുക്ക് ഇന്ത്യക്ക് പോസിബിൾ അല്ല. പിന്നെ നമുക്ക് സഞ്ജു കളിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഒരുപാട് പേര് അഭിഷേക് ശർമ്മയെ പുറത്താക്കണമെന്നൊക്കെയുള്ളൊരു ഇതിലേക്ക് വന്നത്. പക്ഷെ എന്നാലും അഭിഷേകും സഞ്ജുവും കൂടെ ഒരു ഓപ്പണിംഗ് ആണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതും, അല്ലെങ്കിൽ അതാണ് ഇപ്പൊ അവസാനത്തെ മത്സരങ്ങളിൽ സാധിച്ചതും. അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് ടീമിന് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. പിന്നെയുള്ളൊരു കാര്യം, നമ്മുടെ വാഷിംഗ്ടൺ സുന്ദറിന് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള ഒരു മത്സരത്തിൽ ഒരു അവസരം കൊടുത്തു. അത് അക്ഷർ പട്ടേലിനെ ഒഴിവാക്കിയിട്ടായിരുന്നു. അക്ഷർ പട്ടേലിനെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തില് ഇന്ത്യൻ ടീമിൽ നിന്ന് അങ്ങനെ ഒഴിവാക്കാൻ പറ്റിയ ഒരു താരമല്ല. അതിന്റെ ഒരു പ്രധാന കാരണം ബോളിങ്ങിലായാലും ഫീൽഡിങ്ങിലായാലും അത്യാവശ്യം ബാറ്റിങ്ങിലായാലും നല്ല രീതിയിൽ മികവ് പുലർത്തുന്ന ഒരു പ്ലെയർ ആണ് അക്ഷർ പട്ടേൽ. അപ്പൊ അക്ഷർ പട്ടേൽ നമുക്ക് ടീമിൽ നിന്ന് അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു താരമല്ല. അങ്ങനെ ഒഴിവാക്കിയതിന്റെ ഒരു റിസൾട്ട് നമ്മൾ ആ മത്സരത്തിൽ കണ്ടു.
പിന്നെ സെമി ഫൈനലിന്റെ കാര്യം പറഞ്ഞാൽ നമുക്കറിയാം, ഇംഗ്ലണ്ടുമായിട്ടുള്ള സെമിയില് സഞ്ജുവിന്റെ ബാറ്റിങ്, ആ ഒരു ബാറ്റിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് സഞ്ജു ആ ഒരു മത്സരത്തിൽ സെഞ്ചുറി വേണമെങ്കിൽ നേടാമായിരുന്നു സഞ്ജുവിന്. പക്ഷെ അദ്ദേഹം സെഞ്ചുറിയിലേക്കല്ല നോക്കിയത്, ടീമിന് എങ്ങനെയെങ്കിലും കുറച്ച് റൺസ് അഡീഷണൽ ആഡ് ചെയ്ത് നിർത്തണമെന്നാണ് നോക്കിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 89-ലൊക്കെ ഔട്ട് ആകേണ്ടി വരുന്നത്. ഇപ്പൊ ഫൈനലിലും അതുപോലെ തന്നെ അദ്ദേഹം കുറച്ചും കൂടെ ഒക്കെ നിന്ന് കളിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സെഞ്ചുറി തികയ്ക്കാമായിരുന്നു. പക്ഷെ അതല്ല ആവശ്യം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് റൺസ് ആണ് ആവശ്യം. അത് സഞ്ജു സാംസൺ എന്ന് മാത്രമല്ല, എല്ലാ പ്ലെയേഴ്സും അവരുടെ ഇൻഡിവിജ്വൽ സ്കോർ നോക്കിയോ അല്ലെങ്കിൽ വ്യക്തിഗത പ്രകടനങ്ങൾ നോക്കിയോ അല്ല ഈ വേൾഡ് കപ്പ് കളിച്ചത്. എല്ലാവരും ടീമിന് വേണ്ടിയിട്ട് കളിച്ചു. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു വേൾഡ് കപ്പ് ജയിക്കാൻ സാധിച്ചത്. ബാറ്റിങ്ങില് തിലക് വർമ്മ നമ്മൾ കണ്ടതാണ്. തിലക് വർമ്മയുടെ ചില പ്രകടനങ്ങൾ കണ്ടപ്പോൾ വളരെ സ്ലോ ആയിട്ട് തോന്നി. ടീം മാനേജ്മെന്റ് തന്നെ പറഞ്ഞത്, ടീം മാനേജ്മെന്റിന്റെ ആവശ്യപ്രകാരമാണ് അവര് അങ്ങനെ സ്ലോ ആയിട്ട് കളിച്ചത് തിലക് വർമ്മ. അത് പിന്നീട് ഉള്ള മത്സരങ്ങളിൽ തിലക് ഇച്ചിരൂടെ ലോ ഓർഡറിലേക്ക് മാറിയപ്പോഴത്തേക്കും നമ്മൾ കണ്ടു അദ്ദേഹത്തിന്റെ ശരിക്കുള്ള ഒരു കളി. പിന്നീട് 15 ബോൾ 40 അങ്ങനെയുള്ള റൺസ് സ്കോർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പം ടീം മാനേജ്മെന്റ് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ആ ഒരു സ്ലോ ഇന്നിങ്സ്. അതുകൊണ്ട് മാത്രം അദ്ദേഹം ഒരു മോശം പ്ലെയർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. തിലക് വർമ്മ ടീമിന് അത്യാവശ്യം വേണ്ട ഒരു പ്ലെയർ തന്നെയാണ്. പിന്നെ സൂര്യകുമാർ യാദവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സെമി ഫൈനലിൽ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ഇച്ചിരി വിയോജിപ്പുണ്ടായിരുന്നു. കാരണം ഇന്ത്യ ബോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഓഫ് സൈഡിൽ ഫീൽഡർമാരെ ഒഴിവാക്കിയിട്ടിട്ട് ഓഫ് സൈഡ് ഓപ്പൺ ആക്കിയിട്ടിട്ട് ഓഫ് സൈഡ് തന്നെ ബോൾ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് തന്നെ വീണ്ടും റൺസ് പോകുന്നു. അതുപോലെ തന്നെ അടി നല്ല രീതിയിൽ കിട്ടി നിൽക്കുന്ന ബോളർക്ക് വീണ്ടും ഓവർ കൊടുക്കുക. അങ്ങനെ ചില ചില കാര്യങ്ങൾ മാത്രം സെമിയില്ല. പിന്നെ ഫൈനലിലൊക്കെ ക്യാപ്റ്റൻസിയൊക്കെ അടിപൊളിയായിരുന്നു. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാപ്റ്റൻസി സൂര്യകുമാർ യാദവിന്റെ നല്ലത് തന്നെയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ്, അതിൽ ബുംറയെ പറ്റി പറയേണ്ട കാര്യമില്ല. കാരണം ബുംറ എന്ന് പറഞ്ഞ ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സഞ്ജു തന്നെ പറഞ്ഞു, ഈ ഒരു ജനറേഷനിലെ ഏറ്റവും മികച്ച ഒരു ബോളറാണ്. അതിനകത്തൊരു സംശയമില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു ബോളറാണ് അദ്ദേഹം. ബുംറയുടെ പ്രകടനത്തെ പറ്റി നമുക്ക് പിന്നെ വാക്കുകളില്ല. അത് ഏത് ബാറ്റ്സ്മാനാണെങ്കിലും അദ്ദേഹത്തിന് അതൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് ബോളിങ്. ചില മത്സരങ്ങളിലൊക്കെ ബുംറയുടെ ഒരു 4 ഓവർ തന്നെയാണ് ഇന്ത്യക്ക് ഒരു മുതൽക്കൂട്ട്. പിന്നെ വരുൺ ചക്രവർത്തിക്ക് ഒരു സൂപ്പർ 8 മുതൽ ഇങ്ങോട്ടുള്ള മത്സരങ്ങളിൽ കുറെ റൺസ് വഴങ്ങി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വേൾഡ് കപ്പ് തുടങ്ങുമ്പം വരുൺ ചക്രവർത്തി ആയിരുന്നു ഇന്ത്യയുടെ ഒരു മെയിൻ ഒരു പ്ലെയർ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ. പക്ഷേ വരുൺ ചക്രവർത്തിയെ ബാറ്റ്സ്മാൻമാർ ഇത്രയും അറ്റാക്ക് ചെയ്ത് കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, എല്ലാ ടീമും വരുൺ ചക്രവർത്തിയെ നേരിടാൻ വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിരുന്നു എന്ന് മനസ്സിലായി. കാരണം അദ്ദേഹത്തിന്റെ ബോളിങ്ങിന്റെ ഒരു ആക്ഷനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വേരിയേഷൻസ് ഒക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത്. അത് വരുൺ ചക്രവർത്തിയെ കളിക്കാൻ വേണ്ടി മാത്രം ടീമുകൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്തിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ അവർ എത്ര പ്രിപ്പയർ ചെയ്താലും അവർക്ക് യാതൊരു ഐഡിയയും കിട്ടാത്തത് ബുംറ തന്നെയാണ്. പിന്നെ ബോളിങ്ങിൽ അർഷദീപ് ആണെങ്കിലും ഹാർദിക് പാണ്ഡ്യ ആണെങ്കിലും എല്ലാവരും വളരെ മികച്ച രീതിയിൽ തന്നെ കളിച്ചു. എന്തായാലും ഈ ഒരു വേൾഡ് കപ്പ് നേട്ടം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനം ഉണ്ടാക്കുന്നതാണ്. 3ാമത്തെ വേൾഡ് കപ്പാണ് ഇന്ത്യ ജയിക്കുന്നത്. 2007, 2024, ഇപ്പൊ ഇതാ 2026. ഇനിയുള്ളൊരു വേൾഡ് കപ്പ് എന്ന് വെച്ചാൽ നമ്മളുടെ 2027 നമ്മുടെ ഏകദിന ലോകകപ്പാണ്. അത് ഇന്ത്യക്ക് ജയിക്കണം. കാരണം വിരാട് കോഹ്ലിയുടെ, രോഹിത് ശർമ്മയുടെ ഒക്കെ ഏകദേശം അവസാനത്തെ വേൾഡ് കപ്പായിട്ട്. അപ്പൊ ആ വേൾഡ് കപ്പ് ഇന്ത്യക്ക് ജയിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ സഞ്ജു സാംസണെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇതിനു മുമ്പുള്ള വീഡിയോകളിലെല്ലാം സഞ്ജുവിനെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ്. കാരണം നമുക്കറിയാം സഞ്ജു ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം അദ്ദേഹത്തിന്റെ ഒരു കളി നമുക്ക് ശരിക്കുള്ള ഒരു ലെവൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും എന്നുള്ള കാര്യം അതേതായാലും കണ്ടു. സഞ്ജു ഇനി ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ട് വരട്ടെ എന്നും കൂടെ നമുക്ക് ആഗ്രഹിക്കാം. എന്തായാലും നല്ലൊരു വേൾഡ് കപ്പ് കാണാൻ വേണ്ടി സാധിച്ചു. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.